ഹലോ ഫ്രണ്ട്സ്, കേക്കൻ കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി എത്ര കരിമ്പനും കറിയൊക്കെ പിടിച്ച തോർത്തുകളും നമുക്ക് പ്രയാസം വീട്ടിൽ പൂ പോലെ വെളുപ്പിച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കും. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളോട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, ഇവിടെ പുതിയ കറിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതേ രീതിയിലുള്ള കറിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് കറിച്ചട്ടിയാണെങ്കിലും, ഇപ്പം നമ്മൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കാനുള്ള ചട്ടിയാണെങ്കിൽ, കറിച്ചട്ടിയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്. അതായത് ഇതിനൊരു മണ്ണ് ചെവയുണ്ട്. നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിൻ്റേതായ രീതിയിൽ ഇതൊക്കെ ഒന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഒരു മണ്ണിൻ്റെ ചെവ വരും. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഇതേ രീതിയാണ് കേട്ടോ. ഞാൻ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള കഞ്ഞി വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ബക്കറ്റിൽ ഇതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക. ഈ ചട്ടിയൊക്കെ വെക്കാൻ പറ്റുന്ന വട്ടമുള്ള സൈസ് പാത്രം ഉണ്ടെങ്കിൽ എടുക്കുക. ഇപ്പം ഞാൻ ഒരു ബക്കറ്റിലാണ് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ കഞ്ഞി വടിച്ച ചൂടോടുകൂടി തന്നെ അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇത് 2 ദിവസം വെച്ചാൽ മതി കേട്ടോ. 2 ദിവസം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വൈകുന്നേരമാണ് ചെയ്ത് വെക്കുന്നത്. പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അത് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ മണ്ണിച്ചവ എല്ലാം അത് മാറും. അത് മാത്രമല്ല നമുക്ക് നല്ല പഴക്കി എടുക്കാൻ പറ്റുന്ന രീതിയും കൂടാണ് ഇത് കേട്ടോ കഞ്ഞിവെള്ളം. അപ്പം എത്ര കഞ്ഞിവെള്ളം ഉണ്ടെങ്കിലും നിറച്ച് ഒഴിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ഇപ്പോൾ ചോറ് വേകുന്ന കഞ്ഞിവെള്ളമല്ലേ ഉള്ളൂ. അതിനനുസരിച്ച് നമുക്കിത് ഒഴിച്ച് വെക്കാം. പിറ്റേ ദിവസം വേണ്ടി 2-3 ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒറ്റ ദിവസമേ വെച്ചിട്ടുള്ളായിരുന്നു. അതിന് ശേഷം ഞാൻ ഇത് കറിവൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മണ്ണിൻ്റെ ചെവയൊക്കെ മാറുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് നമ്മുടെ ചട്ടി പൊട്ടി പോകത്തുമില്ല. നല്ലൊരു ടിപ്പാണ്, വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി അടുത്ത ടിപ്പ്, ഞാനിവിടെ ഇതേണ്ട എപ്പത്തിനുള്ള മാവാണ് അരച്ചിരിക്കുന്നത്. ഇത് അരച്ച രീതി എന്ന് പറഞ്ഞാൽ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരിയാണ് എടുത്തിരുന്നത്. പിന്നെ ഇതിലേക്ക് ചോറിന് പകരം ഞാൻ ചേർത്തിരുന്നത് 1/2 കപ്പ് കുത്തരിയാണ്. 2 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് കുത്തരിയാണ് ഞാനിവിടെ കുതിരാൻ വെച്ച് 8 മണിക്കൂറെങ്കിലും കുത്തതിന് ശേഷം അരച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ചോറ് അരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈസ്റ്റ് സോഡാപ്പൊടി ഒന്നും വേണ്ട, ഇതിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസ്റ്റ് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു നുള്ളു വെളിച്ചെണ്ണ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം രാവിലെ ഒന്നെടുത്ത് നല്ലപോലെ ഇത് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം ചുട്ട് കാണിക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ ചാക്കരി ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ കുത്തരി ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതിനകത്ത് ചോറിന് പകരമായിട്ട് നല്ലപോലെ കുതിർത്ത അരയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിനകത്ത് പിന്നെ നിങ്ങൾ പുളിപ്പിക്കാൻ വെക്കുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പാലപ്പത്തിനൊക്കെ. വെള്ളയപ്പം ഈ രീതിയിലൊന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഹോൾസൊക്കെ ഉള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. ഇനി അടുത്ത ടിപ്പ്, ഞാൻ ഇവിടെ കുറച്ച് മുട്ടത്തോടാണ് എടുത്തേക്കുന്നത്. നമ്മൾ എന്തോരം മുട്ടയാണ് പൊരിക്കാനും അതുപോലെ പുഴുങ്ങിയ മുട്ടയുടെ തോടൊക്കെ കളയല്ല പതിവ്. പക്ഷെ ഇത് മുട്ടത്തോട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് മുട്ടത്തോട് ആരും വലിച്ചെറിഞ്ഞ് കളയരുത്. മുട്ടത്തോട് കൊണ്ട് ഒരുപാട് നല്ല ടിപ്സുകളുണ്ട്. നല്ല ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതിലെ കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കത്തിക്കൊക്കെ മൂർച്ച കുറവുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മുട്ടത്തോട് കൊണ്ട് ഇതേ രീതിയിൽ കത്രിക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ കത്തിയാണെങ്കിലും പൊടിച്ചിട്ടതിന് ശേഷം അതിലൊന്ന് തേച്ച് കൊടുത്താൽ മതി. നല്ല പോലെ കത്തിക്കാണെങ്കിലും നല്ല മൂർച്ച കിട്ടുന്നതാണ്. അതുപോലെ കത്രികയ്ക്കൊക്കെ മീൻ വെട്ടുന്ന കത്രികയാണെങ്കിലും അതുപോലെ നമ്മൾ തുണി കട്ട് ചെയ്യുന്ന കത്രികയാണെങ്കിലും ഇതേ രീതി മുട്ടത്തോടിലൊന്ന് നിങ്ങളിതൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കത്രികയ്ക്കൊക്കെ നല്ല മൂർച്ച കിട്ടുന്നതായിരിക്കും. വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മൾ വെട്ടുന്ന നെൽക്കട്ടറുണ്ടല്ലോ, അതിൻ്റെ മൂർച്ച പോകുമ്പോഴും നിങ്ങൾ മുട്ടത്തോടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നെൽക്കട്ടറിന് പോലും നല്ല മൂർച്ച കിട്ടുന്നതാണ്. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, ആ മുട്ടത്തോട് ഫുള്ള് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മിക്സിയുടെ പൊടിക്കുന്ന ജാറയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് പൊടിപ്പിച്ചെടുക്കാം. ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് പാത്രം കഴുകാം. അതുപോലെ തന്നെ വാഷ് ബേസിൻ, കിച്ചൺ സിങ്ക്, ബാത്റൂം, ക്ലോസറ്റ് എല്ലാം കഴുകാൻ പറ്റുന്ന അടിപൊളി ഒരു പൊടിയാണ് നമ്മുടെ മുട്ടത്തോടിൻ്റെ പൊടി കേട്ടോ. അപ്പോൾ ഈ മുട്ടത്തോട് ഒത്തിരി ഉണ്ടെങ്കിൽ എല്ലാവരും കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഉണക്കി എടുത്തതിന് ശേഷം പൊടിച്ച ഒരു പാത്രത്തിലിട്ട് അടച്ച് വെക്കുവാണെങ്കിൽ നല്ല ഇതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ എത്ര ചെളിയും കരിമ്പിനും ഒക്കെ പിടിച്ച തോർത്താണെങ്കിലും മുണ്ടാണെങ്കിലും വെള്ളവസ്ത്രം ഏതാണെങ്കിലും നിങ്ങൾക്ക്
ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് കണ്ടില്ലേ, ഹെയർ ഡേയുടെ ഒക്കെ ഇതിങ്ങിട്ട് വീണിട്ടുണ്ടായിരുന്നു. എൻ്റെ തോർത്തിലൊക്കെ കറുത്തിരിക്കുന്ന കറയാണ്. ഇതൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡൈയുടെ ഒക്കെ ഇങ്ങനെ വീഴുവാണെങ്കിൽ, അതുപോലെ തന്നെ ചെറിയ കരിമ്പം പോലെയൊക്കെ ഈ തുണി നമ്മൾ നല്ലപോലെ ഉണങ്ങാതെ ചുരുട്ടിയൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുവെക്കുമല്ലോ, അങ്ങനെയാണ് ഈ കരിമ്പൻ അടിക്കുന്നത്. ഇപ്പോൾ നല്ല മഴയൊക്കെ ആയത് കാരണം തുണിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടുമാണ്. അപ്പോഴത്തേക്ക് ഈ കരിമ്പനൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു വെള്ളമുണ്ടാണ് കേട്ടോ, ഇതും കറ പിടിച്ചിട്ടാണ് കേട്ടോ. ഇത് ഫുള്ള് കറയാണ് കേട്ടോ. ഇത് രണ്ടുമാണ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ ഈ മുട്ടത്തോട് കൊണ്ടാണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത്. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്, നല്ല ബ്ലീച്ചിങ് എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അധികം ഉപയോഗിക്കാത്ത പാത്രങ്ങൾ വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനായിട്ടൊരു പാത്രം മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ എടുത്തുണ്ട് ഈ പൊടി, മുട്ടത്തോടിൻ്റെ പൊടി. കുറച്ച് മുട്ടത്തോട് പൊടിച്ചതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് അതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ബേക്കിംഗ് സോഡയും മുട്ടത്തോടിൻ്റെ പൊടിയും കൂടെ നല്ലൊരു എഫക്റ്റ് ആകും കേട്ടോ. നല്ല പതഞ്ഞു പൊങ്ങും ഇത്. എന്നിട്ട് ഞാൻ അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഈ തുണികളെല്ലാം വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അഴുക്ക് പിടിച്ചിരിക്കുന്ന കരിമ്പിനൊക്കെ പിടിച്ചിരിക്കുന്ന ആ തോർത്തും ആ മുണ്ടും നമുക്കിതിലേക്ക് മുക്കി കൊടുക്കാം. നല്ലൊരു എഫക്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ടിപ്സുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ക്ലോറിനും ബ്ലീച്ചിങ് പൗഡറും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അത് ഈ തുണികൾ വെളുപ്പിക്കാനുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോണേ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 2 ടീസ്പൂൺ ആലം എന്ന് പറയുന്നൊരു തുള്ളി ലിക്വിഡാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാൻ പറ്റും, നമുക്ക് എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നല്ലൊരു എഫക്റ്റാണ്. കരിമ്പൻ, ചെറിയ കരിമ്പൻ, നമുക്ക് കാണാൻ പറ്റാത്ത കരിമ്പനൊക്കെ ഇതിലുണ്ടെങ്കിൽ അത് ഫുള്ള് ഈ ഒരു ലിക്വിഡിലൂടെ പോകുന്നതാണ്. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടണം. ആലം എന്നാണ് ഇതിന് പറയുന്ന പേര്. ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഇവിടെ എന്താ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് കുപ്പിയിൽ ഈ സോപ്പ് കടയൊക്കെ ഉള്ള അവിടെ പോയി ചോദിക്കുവാണെങ്കിൽ നമുക്കത് കിട്ടുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് മുക്കി വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇതുപോലെ അലക്കുകാരൊക്കെ ഉപയോഗിക്കുന്ന അലക്കുകാരം കിട്ടുമല്ലോ, അതാണെങ്കിൽ 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഞാനിപ്പോൾ ഈ ഒരു ലിക്വിഡാണ് ഇവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അലക്കിയെടുക്കണമെങ്കിൽ അലക്കിയെടുക്കുക, അല്ലെങ്കിൽ ചുമ്മാ കൈ കൊണ്ടൊന്ന് ഞെവടി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ആറ്റിൽ നല്ല മഴയല്ലേ, ആറ്റിൽ നല്ല വെള്ളമായതുകൊണ്ട് നമുക്ക് ആറ്റിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, കണ്ടില്ലേ. അതുകൊണ്ട് അലക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്കൊന്ന് അലക്കൊന്നും വേണ്ട, ഞാനൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ട, ആ കറ ഒന്ന് ഇളകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതൊന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഞെവിടിയെടുക്കുമ്പോൾ തന്നെ ഫുള്ള് കറ പോകുന്നതും ആ തോർത്തിലെ കരിമ്പനും ഈ മുണ്ടിലെ ചെളി എല്ലാം പോകുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കൈ കൊണ്ട് ഞെവിടിയെടുത്തപ്പോൾ തന്നെ എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞെവിടി എടുത്താൽ മതി. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ ആ ചെളിയും അഴുക്കും എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിൽ വേണം ഇട്ട് അലക്കാം ഒക്കെ ചെയ്യാം. പക്ഷേ ഇതൊന്നും ഞാനിവിടെ ചെയ്യുന്നില്ല. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഞെവിടിയെടുത്ത് കളയുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അലക്ക ഒന്നും ചെയ്യേണ്ട കേട്ടോ. അത് കൈ കൊണ്ട് നമുക്കത് ഞെവിടിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, ഞാൻ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഞെവിടിയെടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ കൈ കൊണ്ട് ഞെവിടിയെടുത്തതിന് ശേഷം ജസ്റ്റ് സോപ്പ് ഒന്ന് തേച്ചിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മുട്ടത്തോടിൻ്റെയൊക്കെ സ്മെല്ലുണ്ടെങ്കിൽ അത് പോകാൻ, പക്ഷേ അങ്ങനെ സ്മെല്ല് കാര്യങ്ങളൊന്നും വരുത്തൊന്നുമില്ല കേട്ടോ. നല്ല എഫക്റ്റാണ്. മുട്ടത്തോടിൻ്റെ പൊടി നമ്മുടെ വെള്ള വസ്ത്രങ്ങൾക്ക് നല്ല വെളുപ്പ് നിറം നൽകാൻ സഹായിക്കുന്നതാണ്. ആ ചെളിയും കഴുക്കും ഒക്കെ പോയി നല്ല ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്തിരി മുട്ടത്തോടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് കഴുകി ഉണക്കണമെന്നേ ഉള്ളൂ. കഴുകാതെ ഉണക്കരുത്. കഴുകിയിട്ട് ഒന്ന് ഉണക്കിയെടുത്ത് പൊടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കഴുകി കാണിക്കാം. ഇത് കണ്ടില്ല, ഞാൻ തോർത്ത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഞെവിടി എടുത്തിട്ടുണ്ട്. ആ കരിമ്പിനെല്ലാം പോയിട്ടുണ്ട്. അത് പിടിച്ച് ആ ഹെയർ ഡേയുടെ എല്ലാം ഇതും പോയിട്ടുണ്ട് കേട്ടോ. ആ ഡൈയുടെ എല്ലാം ആ കറുപ്പ് കളറെല്ലാം മാറി നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കൈ കൊണ്ട് ഞെവിടിയെടുക്കാം. നമുക്ക് ആ മുണ്ടാണ് ഞാനിവിടെ കൈ കൊണ്ട് ഞെവിടിയെടുക്കുന്നത്. അതിന് ശേഷം എല്ലാം ഒന്ന് കഴുകി വിരിച്ച് കാണിക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇപ്പോഴത്തെ മഴക്കാലമാകുമ്പോൾ കുട്ടികളുടെയൊക്കെ തുണിയിൽ ഒരുപാട് കറയും കാര്യങ്ങളും ഒക്കെ പിടിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ യൂണിഫോം ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പോകാൻ സാധ്യത കൂടുതലാണ്. കണ്ടില്ലേ, ഞാനിപ്പോൾ എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. അത്രയും വെള്ള വസ്ത്രങ്ങൾ നല്ല അടിപൊളിയായിട്ട് വെളുപ്പിച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഉജാലയൊക്കെ മുക്കണമെങ്കിൽ ഉജാല മുക്കിയെടുക്കാം. ഒരു തുള്ളി കരിമ്പനോ കറയോ ഇല്ലാതെ തന്നെ നമ്മുടെ തുണികൾ ഇവിടെ ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.